ഹലോ മൈഗേഴ്സ്, അപ്പൊ നമ്മള് മലപ്പുറം മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്കാട്ടോ കുറെ സ്റ്റോക്കുകൾ കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം, കുറച്ച് പഴയ വണ്ടികളും കൂട്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ പുതിയ വണ്ടികളാട്ടോ. ഇത് അവിടെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഓരോ തലക്കെന്ന് ഇങ്ങനെ പരിചയപ്പെടുത്താണ്, കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത കുറച്ച് വണ്ടികള്. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടാൻ പറഞ്ഞ 1.5 ലക്ഷം രൂപന്റെ താഴെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡീസൽ വണ്ടി, അത് സിംഗിൾ ഓണർഷിപ്പില് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ 4 പുത്ത അലവീല് ടയറ് കാര്യങ്ങളൊക്കെ അല്ലേ, 1.5 ലക്ഷം റുപ്യാന്റെ താഴെ ഷിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന ഡീസൽ വണ്ടി ആരെങ്കിലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സഡാൻ ടൈപ്പ് കിഡിലും വണ്ടി കേട്ടോ. ഒന്നും നോക്കണ്ടല്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അലവീല് 4 അലവീല് കാര്യമൊക്കെ ഉണ്ട്. ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ ഒന്നും നോക്കല്ല. മഞ്ച പറഞ്ഞ വണ്ടി കേട്ടോ, ടാറ്റന്റെ മഞ്ച സ്വിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സ്റ്റാരിങ് കൺട്രോള്, കമ്പനി സെറ്റ്, AC, പവർ സ്റ്റാരി, 4 ഡോറ് വിൻഡോ. ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ ഒരു ചളിയോ പൊടിയോ കാര്യമൊന്നും ഇല്ലാത്ത പക്ക വണ്ടി. അത് 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, ടാറ്റന്റെ ഷോറൂമിൽ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ഇതിലേറെ നല്ലൊരു ഡീസൽ വണ്ടി 1.5 ലക്ഷം റുപ്യാന്റെ താഴെ കിട്ടൂല. 100% ഗ്യാരണ്ടി വണ്ടി കേട്ടോ. മഞ്ച KL 51B 7500 ഫാൻസി നമ്പർ കാര്യമൊക്കെ അല്ല, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഒരു 1 റുപ്യാന്റെ പണി ഉണ്ടാവില്ല, ഗ്യാരണ്ടി വണ്ടിയാണ്. അത് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. അലേവീലൊക്കെ പറഞ്ഞാൽ നല്ല ചൊറുക്കില്ല അലേവീല് കാര്യം, ഒരു ടച്ചിങ് ഒന്നും വല്ലാതെ കേറാത്ത ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. റീപ്ലേസ് കാര്യമൊന്നുമില്ല, സിംഗിൾ ഓണറാണ്. 2010 ഇതിന്റെ പേപ്പർ ഉണ്ട് ഇതില്. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ് കൺട്രോള് കാര്യമൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ആണ്. 2011 7 മാസം വണ്ടിയാണ്. 2026 7 മാസം റിന്യൂവൽ കാര്യം വരുള്ളൂ. ഇൻഷുറൻസ് ഗ്യാപ്പ് ഉണ്ട്. ഇൻഷുറൻസ് 26 7 മാസം വരെ ഇൻഷൂറും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സർവീസുക്ക് ഹിസ്റ്ററി, സർവീസുക്കും കാര്യമൊക്കെ കറക്റ്റ് ഇല്ല വണ്ടി കേട്ടോ. ഒരു പാൾട്ടോ കാര്യമൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. 1,45,000 രൂപയെ നമ്മൾ ചോദിക്കണേ. 2011 സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. ഷിഫ്റ്റിന്റെ ഇഞ്ചൻ വേണ്ട, ഇഞ്ചൻ റൂമൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒക്കെപ്പാട് എല്ലാ വണ്ടികളും നമുക്ക് കാണിക്കാൻ നേരം ഉണ്ടാവില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് എല്ലാ വീഡിയോ കഴിയണം എന്ന് എഴുതിയിട്ടാണ്. ഇഞ്ചൻ റൂമൊക്കെ ഉണ്ടോ, നല്ല ഹൈ ക്വാളിറ്റി വൃത്തിയില്ല. അപ്രോണോ കാര്യോ ബോണറ്റോ കാര്യോ മെയിൻ ഗ്ലാസോ ഒരു ഗ്ലാസും റീപ്ലേസ്. ഇതൊക്കെ പൊടിയാട്ടോ, നല്ല കറക്റ്റ് വണ്ടിയാണ്. പൊടിയായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ വാഷ് ചെയ്തിക്കാണ്ട് ഉഷാറാക്കി തരും. ഇന്നലെ കയറിയിട്ടുള്ളൂ നമ്മൾ സർവീസ് ചെയ്യാണ്ട്. അതേപോലെ തന്നെ ആരെങ്കിലും 1 ലക്ഷം രൂപന്റെ താഴെ കുറഞ്ഞ വിലക്ക് അൾട്ടോ LXI വണ്ടികൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. നമ്മൾ ഈ സർവീസും പോലീസും ഒന്നും ചെയ്യാണ്ട് എന്നുള്ള നല്ല പക്ക ബോഡി ഷേപ്പ് കേട്ടോ. അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നമ്മള് വീൽ കപ്പ് കാര്യമൊക്കെ ഇടും. ഇന്ന് സർവീസിന് കൊണ്ടുപോകും. ഇന്നലെ രാത്രി കയറിയിട്ടുള്ളൂ. ആ ബാക്കൊക്കെ ഒന്ന് എടുത്തോ. ഇത് ഓണർഷിപ്പ് സിംഗിൾ ആട്ടോ. ഫസ്റ്റ് ഓണർ 28 ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ. LXI അൾട്ടോ ആരെങ്കിലും ചോദിക്കാന് വെറും 75,000 രൂപ കൊടുക്കട്ടോ. 75 റുപ്യക്ക് LXI അൾട്ടോ മാരുതിന്റെ പൈസക്കാണ്. 28 വരെ പേപ്പർ, AC, പവർ സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ്, ഹൈ ക്വാളിറ്റി അൾട്ടോ ആരെങ്കിലും ചോദിക്കൊണ്ടേ സർവീസ് ചെയ്ത് നമുക്ക് വീൽ കപ്പ് കാര്യമൊക്കെ ഇട്ടുകാണ്ട് കൊടുക്കും. ഇഞ്ചർ റൂമൊക്കെ കാണിച്ചാൽ ഒരു തുരുമ്പ് കാര്യമൊന്നും ഇല്ലാത്ത പക്ക വണ്ടി കേട്ടോ. 75,000 റുപ്യക്ക് ഫസ്റ്റ് ഓണർ നമ്മൾ സർവീസ് ഇന്റീരിയർ ചെയ്തിക്കാണ്ടാ കൊടുക്കൂട്ടോ. റീപ്ലേസ് കാര്യമൊന്നുമില്ല, മെയിൻ ഗ്ലാസ് കാര്യം അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. 75,000 റുപ്യക്ക് 28 വരെ പേപ്പറിൽ LXI അൾട്ടോ. അതേപോലെ തന്നെ ഒരു റിഡിസ് ആരെങ്കിലും ന്യൂ ടൈപ്പ് പുതിയ മോഡൽ ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2012 മോഡല് 13 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാ തോന്നുന്നത്. ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല, പേപ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും. നോക്കാം. 2012-13 റേസറിലെ റിഡ്സ് ആരെങ്കിലും വേണമെങ്കിൽ 2,40,000 രൂപ കൊടുക്കട്ടോ. AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, 4 ഡോർ വിൻഡോ ഒക്കെ വരുന്ന VDI വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് മേജർ ഒന്നുമില്ല. KL 10 മലപ്പുറം രജിസ്ട്രേഷനിൽ 1401 വണ്ടി നമ്പർ VDI കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ടയർ കാര്യമൊക്കെ ഒരു 90% ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെങ്ങനെ പോലെ ഈ സൈഡ് വീഡിയോ ടയറൊക്കെ 90% ടയറുണ്ട്.
മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹൈ ക്വാളിറ്റി ഇന്റീരിയർ കാര്യം നല്ല സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. VDI ആണ് വണ്ടി, ഡീസൽ വണ്ടി. 2,40,000 ഇത് അത് ന്യൂ മോഡലാട്ടോ. ഈ റെഡ്സ് 12 ലാസ്റ്റിക്കാണ് പുതിയ മോഡൽ വരൽ തുടങ്ങിയത്. പുതിയ മോഡൽ പറഞ്ഞാൽ ഫ്രണ്ട് കൊണ്ട് കണ്ടറിയുള്ളൂ. ഇതിന്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ ഷേപ്പ് മാറും. മറ്റേ പഴയ മോഡൽ പറഞ്ഞാൽ ഇങ്ങനെ ചപ്പിട്ടായിരുന്നു, അത് ഇങ്ങനെ ഒരു കൂർത്തിട്ടാ വരിക. ന്യൂ ഷേപ്പ് ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ 2012 മോഡൽ VDI ലാസ്റ്റ് വണ്ടി നമുക്ക് 2,40,000 ഇതൊക്കെ ഒരു 2-2.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഒരു സഡാൻ ടൈപ്പ് ആരെങ്കിലും അലേവിയില് കാര്യമൊക്കെ 4 അലേവിയിലും കാര്യമൊക്കെ അല്ല ഡീസലില് VDIയില് പിന്നെ ആൾക്കാരെങ്കിലും ഡിസയർ ആരെങ്കിലും ചോദിക്കാൻ നല്ല കിടിലം വണ്ടിയാണ്. ഓഫർ പ്രൈസിന് നമ്മൾ കൊടുക്കണത് കേട്ടോ. 2012 മോഡൽ ഡിസയർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് തോന്നുന്നത്. പേപ്പറുകളൊക്കെ നോക്കാം. ഇതാ 2018 മുതൽ ഒരാളെന്നെ കൊണ്ടെടുത്ത് ചിലപ്പോ സെക്കൻഡ് ഓണറാ വരിക. 2012 ഒന്നാം മാസം വണ്ടി കേട്ടോ. 2012 ഒന്നാം മാസം VDI ഡീസല് 4 ഡോർ വിൻഡോ കാര്യം AC പവർ സ്റ്റാരിംഗ് ഒക്കെ അല്ലേ. ഡിസയർ അലേവിയിലൊക്കെ 4 പുത്ത അലേവിയില് കാര്യമൊക്കെ ഉണ്ട്. ഡിസയർ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെറിയ പൈസ കൊടുക്കട്ടോ. 2,25,000 രൂപക്ക് 2012 ഡിസയർ കൊടുക്കട്ടോ. കുറഞ്ഞ ഫുൾ ഓഫർ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പാനലോ കാര്യം ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. പാനല് കാര്യമൊക്കെ പക്ക. 2012 ഒന്നാം മാസം ഡീസല് VDI ഡിസയർ ആണെങ്കിൽ 1,35,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഡിസയർ 4 അലേവിന് 4 പുത്തൻ ടയർ കാര്യമൊക്കെ ഉള്ള വണ്ടി നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. അപ്പൊ 4 വണ്ടിയായി പുതിയ വണ്ടികൾ ഓഫർ ചെയ്യാം. പരിചയപ്പെടുത്താൻ പോണ ഇത് ഇന്ന് എന്താ വെച്ചാൽ ഇന്നലെ പെയിന്റിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പോളിഷ് ചെയ്യാനുള്ള വണ്ടിയാണ്. ഒരു കിഡിലം വണ്ടി കേട്ടോ. അതും ഫുള്ള് ലോണില് 2015 മോഡൽ ഇയോൺ ഇറ പ്ലസ് AC പവർ സ്റ്റാരിങ്ങും പവറിന്റെ ഒക്കെ വരുന്ന കിഡിലൊരു വണ്ടി നമുക്ക് ഫുള്ള് ലോണില് 1,50,000 കൊടുക്കട്ടോ. മൊത്തം ടയർ കാര്യമൊക്കെ ഉണ്ട്. ഇനി വീൽ കപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. വണ്ടി AC പവർ സ്റ്റാർ 2 ഡോർ വിൻഡോ കാര്യമൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. നമുക്ക് 1,50,000 ഫുൾ ഓണിൽ കൊടുക്കട്ടോ. ഇന്റീരിയറിലെ കാര്യമൊക്കെ നല്ല പക്ക വണ്ടിയാണ്. നല്ല 100% ഗ്യാരണ്ടി വണ്ടി. അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ പോണ 2018 മോഡല് പിന്നെ 17-18 റൈസറിലെ ഇഗ്നീസ് ആട്ടോ. ഇഗ്നീസ് ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ 4 ടയറൊക്കെ പറഞ്ഞാൽ 80% ടയർ കാര്യമൊക്കെ ഉണ്ട്. അലേവിയില് AC പവർ സ്റ്റാരിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി സ്റ്റീരിയോ ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയിലെ വണ്ടി. ഇത് നമുക്ക് മാക്സിമം ഫുള്ള് ലോണിൽ കൊടുക്കട്ടോ. ₹1 മുടക്കാതെ ബട്ടൺ സ്റ്റാർട്ടിങ് വരും, സ്റ്റാരിങ് കൺട്രോൾ വരും, ബട്ടൺ സ്റ്റാർട്ടിങ് വരും, ACയും പവർ സ്റ്റാരിങ് കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഇഗ്നീസ് ഡെൽറ്റ പിന്നെ അൽഫന്റെ നേരെ താഴെ വരുന്ന ബാക്ക് വൈപ്പറും കാര്യമൊക്കെ വരുന്ന ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇത് നമുക്ക് ഫുള്ള് ലോണിൽ ആൾക്കാർക്ക് ഒരു പൈസയും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുള്ള് 4,35,000 രൂപ കൊടുക്കട്ടോ. 4,35,000 2018 ഇഗ്നീസ് പിന്നെ ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന ഇഗ്നീസ് കേട്ടോ. മാനുവലാണ്, ഓട്ടോമാറ്റിക് ഒന്നല്ല. പവറിൻ്റെ പവർ സ്റ്റാരിങ് AC പിന്നെ സ്റ്റാരിങ് കൺട്രോള് അലോയ് വീൽസ്. ടയറൊക്കെ പറഞ്ഞാൽ ബാക്കിലൊരു 50%, മുന്നിലൊരു 90% ടയറുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയും കാര്യമൊക്കെ അല്ലേ. ഒന്നിൻ്റെ മുകളിൽ ഓട്ടമുണ്ട്. പിന്നെ ഇത് 90 കിലോമീറ്റർ. ചെറിയൊരു മീറ്റർ മാറ്റി വെച്ചാണ്. മീറ്ററിന് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ബ്ലിങ്കിങ് ഉണ്ടായിട്ട് മാറ്റിയതെന്നാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അത് ആർക്കെങ്കിലും ഒരു ഫുള്ള് ലോണിൽ കുറഞ്ഞ പൈസ മുടക്കാതെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടാട്ടോ. നമ്മൾ വില ചോദിക്കണത് 4,35,000 നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പെടുത്താൻ പോണേ 2014 മോഡൽ VXI വാഗണർ സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല കിഡിലൊരു വണ്ടിയാണ്. ACയും പവർ സ്റ്റാരിങ് 4 ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ വാഗണർ ആരെങ്കിലും VXI ചോദിക്കൊണ്ടേക്കൊണ്ടേക്കോളി. ഒരു കിടിലം വണ്ടിയാണ്.
2,90,000 ആൻഡ്രോയിഡ് മറ്റേ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്ന 4 ഡോർ വിൻഡോ AC പവർ സ്റ്റാരിങ് ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന കിടിലം വണ്ടി ട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കട്ടെ. 2,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ 2014 മോഡൽ VXi ആണ്. അതുപോലെ തന്നെ ഇത് 2012 മോഡൽ VXi ആണ്. 2012 നമുക്ക് VXi ഇതേ മോഡൽ AC പവർ സ്റ്റാരിങ് 4 ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന 2,05,000 രൂപ കൊടുക്കാം. ആണെങ്കിൽ നമുക്ക് 1,20,000 രൂപക്ക് AC പവർ സ്റ്റാരിങ് 4 ഡോർ വിൻഡോ നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയിൽ ആൾട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി 1,25,000 കൊടുക്കട്ടോ. അതേപോലെ തന്നെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ 2003-4 റൈസറിലെ ന്യൂ ടൈപ്പിൽ കിടക്കുന്ന നമുക്ക് 67 കൊടുക്കട്ടെ. 70 ഒക്കെ ചോദിക്കണ 67 നല്ല കിടില ന്യൂ ടൈപ്പിൽ ഇല്ല കൊടുക്കാം. 67 നമുക്ക് കൊടുക്കട്ടോ. നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ്. ആവശ്യക്കാര് ചെക്കന്മാരൊക്കെ ചോദിക്കുന്ന വണ്ടിയാണ്. ബാക്കൊക്കെ ഒന്ന് ഇട്ടിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അൾട്ടോകളൊക്കെ ചെറിയ വിലന്റെ അൾട്ടോകൾ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവരിൽ വിളിച്ചോളി. അൾട്ടോ 1,00,000 റുപ്യക്ക് 2029 വരെ പേപ്പറിൽ അൾട്ടോ കൊടുക്കുക. AC പവർ സ്റ്റാരിങ് ഒക്കെ ഉള്ള വണ്ടി LXi ആണ്. അതേപോലെ തന്നെ അൾട്ടോ ഇതും കൊടുക്കുക 100 റുപ്യക്ക് 2028 വരെ പേപ്പറിൽ അൾട്ടോ ആണ്. അതേമാതിരി 100 റുപ്യക്ക് A സ്റ്റാർ കൊടുക്കുക ZXi 29 വരെ പേപ്പറിലെ A സ്റ്റാർ ZXi 2 എയർ ബാഗ് കാര്യമൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടി. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് വാഗണർ കൊടുക്കാം 1,00,000 രൂപക്ക്. 1,00,000 രൂപക്ക് നല്ല AC പവർ സ്റ്റാരിങ് ഒക്കെ ഉള്ള ഫസ്റ്റ് ഓണർ വാഗണർ. ഇതൊക്കെ ഏത് വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിലും വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളിട്ടോ. ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചാൽ അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിടും. നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് പോകണുള്ളൂ. എല്ലാ വണ്ടികളെ ബാക്ക് സൈഡ് ഒക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ 2 വണ്ടി 55,000 റുപ്യക്ക് MT-FI മാരുതി എടുക്കട്ടോ. AC ഒക്കെ വർക്കിംഗ് നല്ല കിടില MT-FI മാരുതികളാണ്. 2 വണ്ടി നമുക്ക് 55,000 രൂപ കൊടുക്കാം. 2007 മോഡൽ 27 വരെ ഇത് 28 വരെ പേപ്പറിലെ MT-FI മാരുതിയാണ്. വെറും 55 റുപ്യ കൊടുക്കാം. അൾട്ടോ ആണെങ്കിൽ LXi വണ്ടി 2006 മോഡൽ 26 ലാസ്റ്റ് വരെ പേപ്പറിലെ LXi AC പവർ സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് 65 രൂപക്ക് അൾട്ടോ കൊടുക്കാം. നാനോ ആണെങ്കിൽ 28 വരെ പേപ്പറിലെ 2013 മോഡൽ AC പവറിന്റെ ഒക്കെ നല്ല കിടിലൻ സീറ്റാറ് കാര്യമൊക്കെ നാനോ ആണെങ്കിൽ 53 റുപ്യ കൊടുക്കട്ടെ. 2013 നാനോ ഏഷ്യക്കും വർക്കിംഗ് ഇല്ല വണ്ടി AC പവറിന്റെ ഒക്കെ അല്ലേട്ടോ. അതേപോലെ തന്നെ 85,000 രൂപക്ക് സാൻഡ്രോ കൊടുക്കട്ടെ. 4 പുത്തൻ ടയർ കാര്യമൊക്കെ അല്ലേ. അപ്പോളോന്റെ 4 കട് സൈസ് ടയറൊക്കെ അല്ലേ പുതിയ ടയർ കേട്ടോ. ഇതൊക്കെ എല്ലാം 4 പുത്തൻ ടയറാട്ടോ. ACയും പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ വർക്കിങ്ങില് വെറും 85 രൂപക്ക് കൊടുക്കാം. സാൻഡ്രോണ് 28 വരെ പേപ്പർ ഉണ്ട്. അൾട്ടോ ആണെങ്കിൽ ഫുള്ള് ലോണിൽ കൊടുക്കാം. അൾട്ടോ 800 ഗ്രേ കളർ സെക്കൻഡ് ഓണർഷിപ്പ് 1,50,000 രൂപക്ക് 30 വരെ പേപ്പറില് 2015 രജിസ്ട്രേഷനിൽ കിടക്കുന്ന പിന്നെ അൾട്ടോ 800 ഗ്രേ കളർ കൊടുക്കട്ടോ. ഇത് നമുക്ക് അൾട്ടോ ആണ് 30 വരെ പേപ്പറിൽ അൾട്ടോ വേറെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 1,20,000 രൂപക്ക് 1,20,000 നമുക്ക് 2016 മോഡല് ഡിക്കി ഓപ്പൺ വരുന്ന നാനോ കൊടുക്കാം. ബീറ്റ് പെട്രോൾ ആണെങ്കിൽ നല്ല കിടിലം 13 മോഡൽ AC പവറിന്റെ ഒക്കെ വർക്കിങ്ങിലെ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ സെക്കൻഡ് ഓണർ ഒക്കെ ആയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി ബീറ്റ് ആരെങ്കിലും വേണമെങ്കിൽ 1,10 കൊടുക്കാം. വടകളൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾ പോന്നോളിട്ടോ. കുറെ വണ്ടികളുണ്ട്. 2012-13 റൈസറിൽ അൾട്ടാണ്. ഇത് വേണമെങ്കിൽ LXi ആണ്. ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇതാണെങ്കിൽ 2007 മോഡല് 65 റുപ്യക്ക് 2007 മോഡല് AC മാത്രം വരുന്ന അൾട്ടോ കൊടുക്കാം. 2012 മോഡല് LXi വൈറ്റ് ആണെങ്കിൽ നമുക്ക് 1,20,000 1,25 വയ്ക്കണേ. 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പോ ഒക്കെ തോന്നുന്നത്. നല്ല ബോഡി ഷേപ്പിലെ വണ്ടി കേട്ടോ. ടയർ കാര്യമൊക്കെ ഒരു 90% ടയർ കാര്യമൊക്കെ ഉണ്ട്. ACയും പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിങ്ങിലെ LXi 2027 വരെ പേപ്പറൊക്കെ ഉള്ള ആൾട്ടോ 12 മോഡൽ കേട്ടോ. നമുക്ക് 1,25 കൊടുക്കാം. കിഡിലം അൾട്ടോ കേട്ടോ. 2030 വരെ പേപ്പറിലെ നല്ല ഒന്നിന്റെ താഴോടെ നല്ല സൂപ്പർ വണ്ടി ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളി. ആവശ്യം ലെവൽ വിളിക്കാം. നല്ലൊരു കിഡിലം വണ്ടിയാണ്. ഫ്രണ്ടിൽ 2 പവറിന്റെ ഒക്കെ വരും കേട്ടോ. പവറിന്റെ ഒക്കെ കമ്പനി ചെയ്ത പവറിന്റെ കേട്ടോ. കേട്ടന്റെ മാതിരി ACയും പവർ സ്റ്റാരിങ് പവറിന്റെ
ഒക്കെ അല്ല ഇതില് RC കോപ്പി ഉണ്ടാവും നോക്കാം. മിനിറ്റ് ഇതൊന്ന് കാണിച്ചിട്ടോളാം. ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണം കേട്ടോ. 30 വരെ പേപ്പറൊക്കെ ഉണ്ട്. നല്ലൊരു കിടിലം വണ്ടി കേട്ടോ. 2010 മോഡലാണ്. 2 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, ഇന്റർ റൂമൊക്കെ നല്ല പക്കല്ലേ. ആരെങ്കിലും 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി ആർക്കെങ്കിലും ആണെങ്കിൽ കൊണ്ടുപോയിക്കോളി. 1,23,000 രൂപ ചോദിക്കണം. 1,20,000 ഇട്ടാണ് നമുക്ക് കൊടുക്കൂട്ടോ. AC പവർ സ്റ്റാരിങ് കിടിലം വണ്ടി. പവറിന്റെ ഒക്കെ അല്ലേ. KL 11 83 വണ്ടി അമ്പലൊക്കെ അല്ലേ. ഒരു കിടിലം അൾട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യോളി. 1ന്റെ താഴെ ഓടിയ വണ്ടി 1,20,000 നമുക്ക് ഫൈനൽ നെറ്റിട്ടാണ് കൊടുക്കാം. പെട്ടെന്ന് നമ്മള് വീഡിയോ എടുക്കണ എന്താ വെച്ചാല് കുറെ വണ്ടികൾ ഉണ്ടാവുകൊണ്ട് പരിചയപ്പെടുത്താന്ന് കരുതിയിട്ടാണ് നമ്മള്. ഇതിപ്പോ 2ാമത്തെ ജോബ് അവിടെ തന്നെ ഫുൾ ആയിട്ടില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുക. നിങ്ങൾ ഏത് വണ്ടിന്റെ ഡീറ്റെയിലും ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടി. നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോണ 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു സെലാരിയോ കേട്ടോ. 2,35,000 രൂപക്ക് 2016 മോഡൽ സെലാരിയോ VXI, അതും ഫുൾ ഓണിൽ കൊടുക്കാം. ഫുള്ള് ലോണ്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യമൊക്കെ കേട്ടോ. ഒക്കെപ്പാടെ തുറന്ന് കാണാൻ കഴിയൂലെന്ന് എഴുതിയിട്ടാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ എടുക്കണത്. നിങ്ങൾ ഏത് ഫോട്ടോ ഡീറ്റെയിലും വേണമെങ്കിൽ നിങ്ങൾ നമ്മളോട് വിളിച്ചോളി. അപ്പൊ ചില വണ്ടികളുടെ ഫോട്ടോ ഉള്ളു മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു 10-25 മിനിറ്റ് കൊണ്ട് എല്ലാ വണ്ടികളും വന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാന്ന് എഴുതിയിട്ടാണ്. അപ്പൊ അടുത്ത് നമ്മളെ കിടിലം വണ്ടിയാണ്. അപ്പൊ എല്ലാം പരിചയപ്പെടുത്തി തരുന്ന എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയണേ. ഇതാണെങ്കിൽ 2008 28 വരെ പേപ്പറിലെ ഡിസയർ ആണ്. നമുക്ക് 1,60,000 രൂപ കൊടുക്കാം. ആരേലും ഇതേമാതിരി ഒരു കിടില റിഡ്സ് പുതിയ പേപ്പർ എടുത്ത റിഡ്സ് ആരേലും വീഡിയോ ആയി കൊണ്ടുപോയിക്കോളി. ഒന്നും നോക്കാണ്ടാവില്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് വരെ ഹിസ്റ്ററി ഇല്ല വണ്ടി കേട്ടോ. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു കൊടുത്തോളാം. വേഗം ഒരു ഡോർ ഒന്ന് കണ്ട് ഉള്ളിൽ ഇന്റീരിയലൊക്കെ കാരണം പുതിയ സീറ്റുകാർ കാര്യമൊക്കെ ചെയ്ത നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഒന്നും നോക്കാല്ലാത്ത നല്ല കിടിലം വണ്ടി. 30 വരെ പേപ്പറൊക്കെ എടുത്ത VDI ഡീസൽ വണ്ടി. 20 കിലോമീറ്റർ മൈലേജും കാര്യമൊക്കെ കിട്ടണ 30 വരെ പേപ്പറിലെ വണ്ടി. 1,95,000 രൂപ നമ്മൾ 1,90,000 ഫൈനൽ കിട്ടാൻ നമ്മൾ കൊടുക്കും. അതേമാതിരി 2018 മോഡല് ഡാറ്റ്സൺ ഗോ പറഞ്ഞ വണ്ടിയാണ്. അത്യാവശ്യം സ്പേസ് കാര്യമൊക്കെ അല്ലേ വണ്ടി. 2018 മോഡല് 80,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. നമുക്ക് 2,05,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ഇതിമാര് 1,70 1,80 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കിടിലം സ്വിഫ്റ്റ് VDI ഡീസൽ വേണമെങ്കിൽ 20 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണ 4 അലോയില് കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. VDI ആണ്. മിറർ ഓട്ടോമാറ്റിക് ഉള്ളിലേക്ക് മടങ്ങുന്ന കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന പുതിയ മോഡൽ വണ്ടിയാണ്. 2014-15 രജിസ്ട്രേഷനിലുള്ള വണ്ടി നമുക്ക് 4 ലക്ഷം രൂപക്ക് കൊടുക്കാം. മാക്സിമം ഒരു 3.5 ലക്ഷം റുപ്യൊക്കെ ലോണും ബാങ്ക് ലോണും വണ്ടികൾക്ക് ചെയ്ത് കൊടുക്കട്ടോ. അതേമാതിരി ഒരു കുറഞ്ഞ വിലക്ക് സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. 5 വർഷം പേപ്പർ എടുത്ത 31 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഒരു കിടിലം വണ്ടിയാണ്. 2031 വരെ. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് റിന്യൂവല് കാര്യമൊക്കെ എടുത്തത്. എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ബട്ടർ സ്റ്റാർട്ടിങ് കാര്യമൊക്കെ അല്ലേ. ഇതിത്തെ ഫുള്ളോട് വണ്ടി LT ആണ്. ലോക്കേ കാരണം LT ഓപ്ഷൻ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. ഒരു കുറഞ്ഞ ഡീസൽ വണ്ടി 20 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടുന്ന ഒരു സൺറൂഫ് ഒക്കെ അല്ലേ വണ്ടി. ചെറിയ വിലക്ക് വേണമെങ്കിൽ 31 വരെ പേപ്പറൊക്കെ അല്ലേ വണ്ടി. 2,75,000 രൂപ കൊടുക്കട്ടോ. അതേമാതിരി ഫുൾ ഓണില് നമുക്ക് അമേസ് 10-25 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണേ 2015 മോഡലിൽ കിടക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് കാര്യമൊക്കെ അല്ലേ. നല്ല കിടിലം വണ്ടി കേട്ടോ. അമേസ് വേണമെങ്കിൽ ഫുൾ ഓണിൽ കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് കൊടുക്കണം. അതേപോലെ തന്നെ റിഡ്സ് ന്യൂ ടൈപ്പ് 14 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന റിഡ്സ് ആരെങ്കിലും ആവശ്യക്കാർ കൊണ്ടുപോയിക്കോളി. 3,25,000 രൂപക്ക് 3 ലക്ഷം ലോൺ കൊടുക്കട്ടോ. 25,000 റുപ്യ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് റിഡ്സ് കൊണ്ടുപോകാം. അതും കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. 1,18,000 കിലോമീറ്റർ VDI ഡീസൽ റിഡ്സ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. ആവശ്യമുള്ളവരും വിളിക്കാൻ. എല്ലാ ലൊക്കേഷന് കാറ്റലോഗ് കാര്യങ്ങൾ എല്ലാ വീഡിയോ ഫോട്ടോ ഡീറ്റെയിലും ഒക്കെ വിട്ടുതരും കേട്ടോ. VDI ആണ് വരുന്നത്. അതേപോലെ തന്നെ 30 വരെ പേപ്പർ എടുത്ത ഷിഫ്റ്റ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി.
30 വരെ പേപ്പറില്ല 2010 മോഡല് VDI ഡീസൽ വണ്ടി 4 ഡോർ വിൻഡോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന വണ്ടിയാ. ആൾക്കാര് ഉണ്ടെങ്കിൽ വിളിക്കാം, നമുക്ക് 1,85,000 രൂപ കൊടുക്കാം. അതേപോലെ തന്നെ 30 വരെ പേപ്പർ എടുത്ത റിഡ്സ് തന്നെയാണ് VDI. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം, നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം. 1,85,000 രൂപക്ക് VDI ആണ് 30 വരെ പേപ്പറുള്ള വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ടിങ്, ബാക്ക് വൈപ്പർ, അലേവി മറ്റേ ഇതൊക്കെ വരുന്ന മൈക്ര 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന മൈക്ര ആരെങ്കിലും ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ XP ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ 1,70 കൊടുക്കുക. 2011 മോഡലാണ്. എടുത്ത അൾട്ടോ 30 വരെ പവറിന്റെ AC ഒക്കെ വരുന്നത് 1,20 കൊടുക്കാം. അതേപോലെ തന്നെ 2012 മോഡല് 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്ന സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ബീറ്റ് ഡീസൽ വണ്ടി ആണെങ്കിൽ 90,000 റുപ്യക്ക് കൊടുക്കുക. കേട്ടന് 70 കിലോമീറ്ററുടെ 2013 മോഡല് VXI സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 1,75,000 രൂപ കൊടുക്കുക. കുറഞ്ഞ കിലോമീറ്ററുടെ വണ്ടിയാണ്. അതേപോലെ തന്നെ 2012 VDI റിഡ്സ് ആണ്. റിഡ്സുകൾ കുറെ ഉണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും വന്നോളി. ഇതൊരു ചെറിയ അഡ്വാൻസിങ്ങിലാണ്. ലോൺ കയറിയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് മാക്സിമം ന്യൂ ടൈപ്പിൽ കിടക്കുന്ന റിഡ്സ് ഇത് കൊടുക്കാം. ഓക്കെ. പോളോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ 1,00,000 കറക്റ്റ് ഓട്ടോക്കല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന പോളോ അലേവിയില് ബാക്ക് വൈപ്പർ 4 ഡോർ വിൻഡോ കമ്പനി സെറ്റ് ഒക്കെ വരുന്ന വണ്ടി പോളോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2,55,000 രൂപക്ക് 2012 മോഡൽ പോളോ കൊടുക്കാം. അതേപോലെ 7 സീറ്റർ വണ്ടി ഡീസൽ 2017 മോഡൽ ആരെങ്കിലും മഹീന്ദ്രന്റെ ചെറിയ XUV ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അലേവിയില് ഏറ്റവും ഫുള്ളോട് വണ്ടി 4 പുത്തൻ ടയറ് കാര്യൊക്കെ അല്ല, ഇന്റീരിയർ കാര്യൊക്കെ TUV പിന്നെ TUV 300 മഹീന്ദ്രന്റെ ഫുള്ളോട് വണ്ടി 5,00,000 രൂപക്ക് കൊടുക്കട്ടെ. 2017 മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഇയോൺ ആണെങ്കിൽ 1,30 ഇയോൺ കൊടുക്കാം. ഒരു 10,000 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇയോൺ 2012 മോഡൽ കൊടുക്കട്ടോ. ഇവിടെ ഇതല്ലോ. അതേപോലെ തന്നെ 2011 നീല കളറില് ബ്ലൂ കളറ് ആൾട്ടോ ആരെങ്കിലും ആവശ്യക്കാര് വിളിക്കുക. 1,20 കൊടുക്കട്ടോ. അതേപോലെ തന്നെ ഡീസൽ 2012 സ്കാല പിന്നെ സണ്ണിന്റെ ഒക്കെ ഇഞ്ചൻ പിന്നെ സലാൻ ടൈപ്പ് വണ്ടി നമുക്ക് ആവശ്യമുള്ള വിളിച്ചോളി. 1,90 കൊടുക്കാം. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാൾമയും കൊടുക്കട്ടോ. ഒരുവിധം വണ്ടിയാൾമൊക്കെ നമുക്ക് 25,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇതൊക്കെ ഫുൾ ഓണിൽ കൊടുക്കട്ടോ. പുതിയ മോഡൽ ന്യൂ ടൈപ്പില് ഷിഫ്റ്റ് 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. 5,00,000 രൂപക്ക് ഫുള്ള് ലോൺ കൊടുക്കട്ടോ. അപ്പൊ നിങ്ങൾ വിളിച്ചോളി, ഏത് വണ്ടി വേണേലും കുറെ വണ്ടി ഉണ്ട്. ഇനി നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടി കയറാനുണ്ട്. റംസാൻ ഓഫറിലാണ് നമ്മൾ കുറെ വണ്ടികൾ കൊടുക്കണേ. പുതിയ വണ്ടികൾ കുറെ കയറിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒക്കെ കുറച്ച് പുതിയ വണ്ടികളാണ്, പിന്നെ പഴയ വീഡിയോയിലില്ല കുറച്ച് വണ്ടികളുണ്ട്. അപ്പൊ കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ട് കാണാത്ത വണ്ടികൾ കാണുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. കുറെ വണ്ടികൾ ചെറുവണ്ടികളെ സ്റ്റോപ്പാട്ടെ. കാര്യമായിട്ട് മലപ്പുറം മോട്ടോഴ്സ് കാര്യമായിട്ട് സാധാരണക്കാരുടെ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തോലെ ആരും ഇതുവരെ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും നല്ല നല്ല വണ്ടികള് നിങ്ങൾക്ക് നിങ്ങളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ വണ്ടി തരും. ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ തരൂല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇല്ല അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലും കൂടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് മാത്രമേ നിങ്ങളെ പേർക്ക് മാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പൈസ തന്നിക്കാണ്ട് നിങ്ങൾ ഇനിയിപ്പോ ഈ വണ്ടി എടുത്തുകാണ്ട് ഫുള്ള് പൈസ ഒന്ന് കൊണ്ടുപോകുകയാണെങ്കിലും നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പേരിന്ന് മാറുള്ളൂ. രക്ഷിതാക്ക മാറാൻ കൊടുത്തല് നമ്മൾ വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മള്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി നാട്ടില് 2-3 വണ്ടി ഇന്ന് കയറാണ്ട്, അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടികൾ കയറാണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാ വീഡിയോ നമ്മളത് കിട്ടുള്ളൂ. അല്ല കുറെ ആൾക്കാർ നമ്മളെ നിന്ന് വന്നിക്കാണ്ട് സ്ഥിരം വണ്ടികൾ കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോയോലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ചെറിയ ചെറിയ വിലക്ക് നല്ല നല്ല ഓഫർ പ്രൈസിനാണ് വണ്ടികൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്യാപ്പ് ഇല്ലാത്ത വലിയ ഓവർ വില പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിക്കണം. നമ്മൾ 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ലൊക്കേഷന് കാറ്റലോഗ് കാര്യമൊക്കെ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളെ ഫോട്ടോ ഡീറ്റെയിലും ഒക്കെ വിട്ടുതരും.
നല്ലൊരു സൂപ്പർ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.